കോഴിക്കോട് പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലുള്ള ഫ്ളാറ്റ് സമുച്ചയം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് 24-നോട്. അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കും. ഫ്ളാറ്റിന്റെ ദയനീയാവസ്ഥ സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ഇംപാക്ട്. 1983 നിർമ്മിച്ച ഫ്ളാറ്റ് അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്ന അവസ്ഥയിലാണ്. ഓരോ ദിവസവും അടർന്നു വീഴുന്ന കോൺക്രീറ്റ് പാളികൾ, ഭിത്തികളിൽ പടർന്നു പിടിച്ച ആൽമരങ്ങൾ, പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നതിനൊപ്പം മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിനൊപ്പം ഒലിച്ചിറങ്ങുന്ന കക്കൂസ് മാലിന്യവും. ദുരിതക്കയത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ അവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയിൽ ഇടപെട്ട മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഫ്ളാറ്റ് സന്ദർശിക്കുകയും നടപടി വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. നമ്മൾ ഇത് പുതുക്കി കൊടുക്കുന്ന സമയത്ത് അർഹതയുള്ളവർക്ക് ഇത് കൊടുക്കും. നല്ല കോൺട്രാക്ടറുടെ കയ്യിൽ ഈ വർക്ക് കിട്ടണം, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ഇതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് നാട്ടുകാരും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ നമ്മളെപ്പോലുള്ള എല്ലാവരും തന്നെ സ്പീഡിലാക്കാൻ ഇതിൻ്റെ കൂടെ നിന്നാൽ ഒരു പക്ഷേ ഏതാണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ഇതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് വിശ്വാസം. ഇവിടെ വന്നു കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇത്രയും ഒരു മുറിയെന്നൊന്നും അല്ല എൻ്റെ ധാരണയായിരുന്നു, അങ്ങനെ ആയിരുന്നില്ല. വന്നു കണ്ടപ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. ഈ കൗൺസിൽ കാലയളവിൽ തന്നെ പുനർനിർമ്മാണം ആരംഭിക്കും. എന്തായാലും ഈ ഒരു കൗൺസിൽ പോകുന്നതിന് മുൻപായി ഇതിൻ്റെ പണി തുടങ്ങും. 24 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. ശരിയായി കിട്ടിയ അത്രയും നല്ലത്. കാരണം ഒരു അന്തി ഉറങ്ങണത് പേടിച്ചിട്ടാണ്. മഴ കനക്കുമ്പോൾ കുടുംബങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. മേയറുടെ സന്ദർശനവും വാക്കുകളും വലിയ ആശ്വാസമാണ് ഈ കുടുംബങ്ങൾക്ക് നൽകുന്നത്. ഇനി നടപടി വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.